نحمده ونستعينه به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله فإن خير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي أولا بنفسي أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين ബഹുമാന്യരായ വിശ്വാസികളെ വിശ്വാസികൾ അള്ളാഹുവിൻ്റെ നിയമവിധികൾ ജീവിതത്തിലുടനീളം സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ് തോന്നുന്നത്. കഴിഞ്ഞ ആഴ്ച മുമ്പുള്ള ആഴ്ച മനുഷ്യർ പരസ്പരമുണ്ടാകുന്ന വീഴ്ചകൾ ക്ഷമിക്കുവാൻ പൊറുക്കുവാൻ അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നാം സംസാരിക്കുകയുണ്ടായി. മനുഷ്യരായ നമുക്കൊക്കെ ജന്മനാ തന്നെ ചില കൺസ്ട്രക്റ്റീവായ അതോടൊപ്പം തന്നെ ഡിസ്ട്രക്റ്റീവുമായ ഫീലിങ്സും വികാരങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിന് വളരെ ആവശ്യമായ ചില വികാരങ്ങളാണ്. സ്നേഹം, പരസ്പരം സ്നേഹിക്കുക എന്നുള്ളത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വ രൂപീകരണത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് കോപം, ദേഷ്യം വരാറില്ല. ദേഷ്യത്തെ നാം പലപ്പോഴും ഒരു ഡിസ്ട്രക്റ്റീവായ തകർത്ത് കളയുന്ന തരത്തിലുള്ള ഒരു വികാരമായാണ് കാണാറുള്ളത്. ചില സന്ദർഭത്തിൽ അങ്ങനെ സംഭവിക്കാറുള്ളതാണ്. പക്ഷെ അതിനെ ഒരിക്കലും ഒരു നെഗറ്റീവ് വികാരം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കില്ല. സ്വാഭാവികമായും മനുഷ്യർക്ക് ജന്മസിദ്ധമായി ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കോപം വരുന്ന സന്ദർഭത്തിൽ, ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ അതിനോട് സ്വീകരിക്കേണ്ട ചില സമീപനങ്ങൾ വിശുദ്ധ ഖുർആൻ വിശ്വാസികളെ കുറിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ ദേഷ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത് അവർ കോപം വരുന്ന സന്ദർഭത്തിൽ കോപത്തെ അടക്കി പിടിക്കുന്നവരാണ്. അടക്കി പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രകടിപ്പിക്കേണ്ട എന്ന് അതിന് ആശയമില്ല, മറിച്ച് അത് പ്രകടിപ്പിക്കേണ്ട ചില രീതികൾ കൂടി. ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ കോപമുണ്ടായ, ദേഷ്യമുണ്ടായ ചില സന്ദർഭങ്ങളുണ്ട്. അത് സ്വാഭാവികമാണ്. അവിടെ ചില സന്ദർഭത്തിൽ വളരെ കോപത്തോടെ അല്ലെങ്കിൽ മറ്റു രീതിയിൽ നാം പ്രതികരിക്കേണ്ട അവസ്ഥയും ഉണ്ടാകാം. എന്നാൽ നമ്മുടെയൊക്കെ തന്നെ നിത്യജീവിതത്തിൽ പരസ്പര ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന രീതിയിലുള്ള കോപങ്ങൾ, ദേഷ്യങ്ങൾ അത് നമുക്ക് അനുഗുണമാണോ എന്ന് നാം ചിന്തിക്കേണ്ടത്. കോപമുണ്ടാക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്, നമുക്കറിയാം. ഒന്നാമതായി നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് ഏൽക്കേണ്ടി വരുന്ന ശാരീരികമോ മാനസികമോ ആയ മുറിവേൽക്ക് അത് നമുക്ക് കോപമുണ്ടാക്കുന്ന ഒരു ഘടകമാണ്. ഒരു വ്യക്തി നമ്മെ അകാരണമായി ശാരീരികമായി ഉപദ്രവിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും നമുക്ക് ദേഷ്യം വരും. ഇനി നാലാളുകളുടെ മുമ്പിൽ വെച്ച് നാം അപമാനിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കുത്തുവാക്കുകൾ പറഞ്ഞ് നമ്മെ നോവിക്കുകയാണ്, നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള ന്യൂനത മറ്റുള്ളവരോട് പറയുകയാണ്, നമുക്ക് കോപം വരും, ദേഷ്യം വരും. അത് സ്വാഭാവികമാണ്. അതോടൊപ്പം തന്നെ കോപമുണ്ടാകുന്ന മറ്റൊരു ഘടകമാണ് ഇൻജസ്റ്റിസ്, നീതിയില്ലായ്മ.
ഇപ്പോൾ ഡൽഹി ജന്തർ മന്ദിറിൽ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികളുടെ സമരം അതൊരു തരത്തിലുള്ള കോപമാണ്. നീതിരഹിതമായ ചില നടപ്പാക്കലുകൾ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിച്ച് അതിന് സമയം ചെലവഴിച്ച് വർഷങ്ങൾ എടുത്ത് പഠിച്ച കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിരർത്ഥകമാകുന്ന രീതിയിൽ അതിന്റെ ഫലം വരികയോ അല്ലെങ്കിൽ വളരെ കുറുക്കുവഴികളിലൂടെ വളരെ എളുപ്പം കയറാൻ ചില ആളുകൾക്ക് അവസരം ഉണ്ടാകുകയോ ചെയ്യുന്ന സാഹചര്യം സ്വാഭാവികമായും മാനുഷികമായി ഉണ്ടാകുന്ന ഒരു വികാരമാണ് നീതിക്കെതിരെയുള്ള പോരാട്ടം. അതാണ് നമ്മൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ പല ഭാഗങ്ങളും അത്തരത്തിലുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ ആലോചിച്ചു, കോപം എന്ന വികാരം മൂലമാണ് ലോകത്തുള്ള വളരെ മഹത്തായ ചില രചനകൾ നടന്നിട്ടുള്ളത്. ലോകത്ത് പലതരത്തിലുള്ള വിപ്ലവങ്ങൾക്കും നാദി കുറിച്ചിട്ടുള്ള മനുഷ്യർക്ക് വന്ന ചില ദേഷ്യമാണ്, അനീതിയോടുള്ള അടങ്ങാത്ത വാജ്ഞ. അതാണ് യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ചില വിപ്ലവം ഉണ്ടാവാൻ തന്നെ. അപ്പൊ അനീതിക്കെതിരെ ശബ്ദമുയർത്തുക എന്നുള്ളത്, കോപം വരിക, ദേഷ്യം വരിക എന്നുള്ളത് സ്വാഭാവികമായ ഒരു പ്രതികരണമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ രഹസ്യ ജീവിതത്തിലേക്ക്, നമ്മുടെ പേഴ്സണൽ ജീവിതത്തിലേക്ക് ആരെങ്കിലും നുഴഞ്ഞു കയറാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ രഹസ്യങ്ങൾ ചോർത്തുവാൻ ശ്രമിച്ചാൽ, പേഴ്സണലായിട്ട് നമ്മുടെ കാര്യങ്ങൾ ഇടപെടാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായും നമുക്ക് ദേഷ്യം വരാവുന്നതാണ്. ചില സന്ദർഭത്തിൽ മനഃപൂർവ്വം തന്നെ നമുക്ക് ദേഷ്യം വരും. ചില നമ്മുടെ മക്കൾ, അവരിൽ ഒരു നല്ല സ്വഭാവ രൂപീകരണത്തിന് വേണ്ടി ചിലപ്പോൾ നമ്മൾ ഉദ്ദേശം കൊണ്ട് തന്നെ ദേഷ്യപ്പെട്ടേക്കാം. നമസ്കാരം അവർ നിത്യശീലമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ നമസ്കരിപ്പിക്കണം, അതൊരു ശീലമാക്കണം എന്ന വാശിയോടുകൂടി ഒരു രക്ഷിതാവ് ചിലപ്പോൾ മനഃപൂർവ്വം ദേഷ്യം വരുത്തുകയും അതിനവരെ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പല ഘടകങ്ങളും ദേഷ്യം വരാൻ കാരണമാണ്. ഇതൊക്കെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില കാരണങ്ങൾ. വേറെയും ചില കാരണങ്ങൾ അത് സ്വാഭാവികമായി ഉണ്ടാകാതെ മറ്റു ചില കാര്യങ്ങളിലൂടെ ട്രിഗർ ചെയ്ത്, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ കാരണമായി ദേഷ്യമുണ്ടാകാം. അതിലൊന്നാണ് ഭയം. ചില സന്ദർഭത്തിൽ പ്രത്യക്ഷത്തിൽ നാം ദേഷ്യം കാണും, യഥാർത്ഥത്തിൽ ആ ഭയത്തിലൂടെയായിരിക്കും ആ ദേഷ്യം പുറത്തു വരുന്നത്. ഒരു മേലുദ്യോഗസ്ഥൻ എപ്പോഴും അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. അയാളുടെ ചിന്ത, ഞാൻ ഇപ്രകാരം പെരുമാറിയിട്ടില്ലെങ്കിൽ ഇവരൊന്നും തന്നെ യഥാർത്ഥത്തിൽ ശരിയായ രീതിയിൽ ജോലി ചെയ്യില്ല എന്നുള്ളത്. അതൊരു തരത്തിലുള്ള ഭയമാണ്. ആ ഭയത്തിൽ നിന്നാണ് ആ ദേഷ്യം ഉടലെടുക്കുന്നത്. അപ്രകാരം തന്നെ ചിലപ്പോൾ ചില ഇന്നർ വോയിസ്, മാനസികമായി ഉണ്ടാകുന്ന ചില പിരിമുറുക്കങ്ങൾ അല്ലെങ്കിൽ ചില വേദനകൾ, അത് ദേഷ്യമായി പരിണമിച്ചേക്കാം. നമ്മൾ ആലോചിച്ചു, ഒരു സ്ത്രീ, അവർക്ക് ഒരു പുരുഷനിൽ നിന്ന് അപമര്യാദയായ ഒരു പെരുമാറ്റമുണ്ടായി, അല്ലെങ്കിൽ ഒരു അബ്യൂസീവായ ഒരു കാര്യമുണ്ടായി. അതുമൂലം ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും, മുഴുവൻ പുരുഷന്മാരെയും തെറ്റായി ധരിക്കുകയും മുഴുവൻ പുരുഷന്മാരും ഇത്തരത്തിലുള്ളവരാണ് എന്ന് ചിന്തിക്കുകയും ചെയ്തേക്കാം. അത് ദേഷ്യമുണ്ടാക്കുന്ന ഒരു സമൂഹത്തോട് മുഴുവൻ ദേഷ്യം വരാനുള്ള കാരണമാണ്. അതോടൊപ്പം തന്നെ ഒരു സ്ത്രീ ഒരു മനുഷ്യനോട് അപമര്യാദയായി പെരുമാറി, അല്ലെങ്കിൽ വളരെ പരുക്കമായി പെരുമാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സ്ത്രീ എന്ന സമൂഹത്തെ മുഴുവൻ ആ ഗണത്തിൽപ്പെടുക, അവരോട് മുഴുവൻ ദേഷ്യം വെച്ച് പുലർത്തുക, അങ്ങനെയും ചില സന്ദർഭങ്ങളിൽ ഉണ്ടാവാം. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് ദേഷ്യമുണ്ടാകാം. അവിടെ നമുക്ക് ആ സാഹചര്യത്തിൽ നിന്ന് നമുക്ക് മാറാം. ആ സാഹചര്യത്തെ മാറ്റിയെടുക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ അത് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് അവിടുന്ന് മാറി നിൽക്കാം. ഏതായാലും ചില സാഹചര്യങ്ങൾ നമ്മളിൽ ദേഷ്യമുണ്ടാകും. അപ്രകാരം തന്നെ കുട്ടിക്കാലത്ത് നമ്മുടെ മനസ്സുകളിൽ ഇംപ്രിന്റായി പോയ, വളരെ രൂഢമൂലമായി പോയ ചില ശീലങ്ങൾ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത് ദേഷ്യമായി എപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കും. ചില ഹോർമോണുകൾ, നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത ചില ഹോർമോണുകൾ നമുക്ക് ദേഷ്യമുണ്ടാകും. ഇപ്പൊ സ്ത്രീകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഹാർട്ടവുമായി ബന്ധപ്പെട്ട സമയത്ത് അതിന് തൊട്ടു മുമ്പ് ഹോർമോൺ ഇൻബാലൻസിന്റെ പേരിൽ വളരെ ശക്തമായ ദേഷ്യമുണ്ടാകും. അത് തിരിച്ചറിയാതിരുന്നാൽ കൂടെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. അവിടെ അത് തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. ചില ആളുകൾക്ക് പ്രായമാകുന്ന സന്ദർഭത്തിൽ ഷുഗർ പേഷ്യൻസ്, അതുപോലെ തന്നെ പ്രഷറുള്ള ആളുകൾ, അവർക്കൊക്കെ ദേഷ്യം വരാം. അത് ശരീരത്തിന്റെ ചില ഹോർമോൺ, അതുപോലെ തന്നെ മറ്റു ചില ഘടകങ്ങളുടെ ഇംബാലൻസ് മൂലം ഉണ്ടാകുന്നത്. ഇങ്ങനെയൊക്കെ തന്നെ നമുക്ക് ദേഷ്യം ഉണ്ടാവാം. അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾ ദേഷ്യം പ്രകടിപ്പിക്കുന്ന രീതികളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കൂ. ചില സന്ദർഭത്തിൽ നാം ഉരുളക്ക് ഉപ്പേരി പോലെ, എങ്ങനെയാണോ ഒരാൾ നമ്മളോട് പെരുമാറി അതേ രീതിയിൽ തന്നെ തിരിച്ചു പറയും. ഒരു തെറിക്ക് പകരമായി മറ്റൊരു തെറി കൊണ്ട് നാം അയാളെ തിരിച്ചടിക്കും, അല്ലെങ്കിൽ അതിലധികം രൂക്ഷമായ രീതിയിൽ നാം പ്രതികരിച്ചേക്കാം.
മറ്റു ചില സന്ദർഭത്തിൽ ദേഷ്യം നമ്മുടെ മനസ്സുകളിലാവും, അത് സപ്രസ് ചെയ്യും. അതിനെ നാം മനസ്സിൽ കടിച്ചമർത്തി അവിടെ ഇടും, എപ്പോഴും അതിങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ചില ആളുകളുണ്ടാകും. അത് അപകടകരമാണ്. കഴിഞ്ഞ നാം അതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്. അത്തരത്തിൽ മനസ്സുകളിൽ വെച്ച് അത് ഏറ്റു നടക്കുന്നത് മൂലം ഉണ്ടാകുന്ന ചില പ്രയാസങ്ങൾ. വേറെ ചില ആളുകൾ ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ അത് ഫോർഗീവ് ചെയ്യും, അത് വിട്ട് കൊടുത്ത് മാപ്പാക്കും. അത്തരം ആളുകൾക്ക് തന്നോട് ഇടപെട്ട ആ വ്യക്തിക്കുണ്ടായ ചില പോരായ്മയാണത്, ഒരു വീഴ്ചയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് പുറത്തു കൊടുക്കും. അതുപോലെ തന്നെ മറ്റു ചില ആളുകൾക്ക് പാസീവ് അഗ്രഷൻ, നേർക്കുനേരെയില്ലാതെ ദേഷ്യത്തോട് പെരുമാറുന്ന ആളുകൾ. നമുക്കറിയാം, നമുക്ക് എന്നോട് ഒരു വ്യക്തിക്ക് ദേഷ്യമുണ്ടെങ്കിൽ ആ വ്യക്തിയോട് പ്രത്യക്ഷത്തിൽ ഞാൻ ദേഷ്യമൊന്നും പ്രകടിപ്പിക്കാതിരിക്കുക, എന്നാൽ പരോക്ഷമായി അയാൾക്ക് പ്രയാസമുണ്ടാക്കുന്ന, അയാളെ ഉപദ്രവിക്കുന്ന രീതിയിൽ ഞാൻ വർത്തിക്കുക. നമുക്കറിയാം, ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ കാലഘട്ടം, നമുക്കൊരു വ്യക്തിയോട് ഏതെങ്കിലും തരത്തിലുള്ള മോശമായ ഒരു തെറ്റായ ചിന്തയുണ്ടെങ്കിൽ, അയാൾ നമ്മെ ദേഷ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അയാളെ അപമാനിക്കുന്ന രീതിയിൽ നമ്മുടെ ID മാറ്റിക്കൊണ്ട് നാം ചിലപ്പോൾ അയാൾക്കെതിരെ വ്യാജ പ്രചാരണം നടത്താറുണ്ട്. അത്തരത്തിലുള്ള ചില സമീപനങ്ങളും ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ ഒരുപാട് കാലം കഴിയുമ്പോൾ ദേഷ്യം അത് കുറഞ്ഞേക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകൾ. ഇങ്ങനെ പല രീതിയിൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ദേഷ്യം പ്രകടിപ്പിക്കുന്ന ആളുകൾ. ഇവിടെയൊക്കെ തന്നെ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് എങ്ങനെയാണ് നമുക്ക് ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്, അതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് വളരെ കൃത്യമായി ബോധമുണ്ടാവുക. അത് വിശ്വാസമായി ബന്ധിപ്പിക്കുവാനും അതിനനുസരിച്ച് വർത്തിക്കുവാനുമാണ് നാം ശ്രമിക്കേണ്ടത്. നേരത്തെ നാം പറഞ്ഞു, ഒന്നാമത്തെ മനുഷ്യരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേഷ്യം അത് സപ്രസ് ചെയ്ത് മനസ്സിൽ ഇട്ടുകൊണ്ട് നടക്കുക. അത് കുറേ ദിവസങ്ങളോളം നമ്മൾ അങ്ങനെ ശീലിക്കുമ്പോൾ സ്വാഭാവികമായും പിന്നീട് ഉണ്ടാകുന്ന ഒരു തരത്തിലുള്ള നീരസമുണ്ട്. ആ നീരസം മറ്റുള്ളവരോട് ശത്രുതയോടുകൂടി പെരുമാറുവാൻ അങ്ങനെ ഈ ദേഷ്യം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകളെ ചിലപ്പോൾ പ്രേരിപ്പിച്ചേക്കാം. അത് നീരസത്തിലേക്ക് പോകാതെ സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയുന്നത്. അത് ചിലപ്പോൾ ദേഷ്യം പ്രകടിപ്പിക്കേണ്ട രീതിയിലാണെങ്കിൽ, പ്രകടിപ്പിക്കേണ്ട ഒരു ഘട്ടമാണെങ്കിൽ പ്രകടിപ്പിക്കേണ്ടി വരും. അപ്പോൾ അത് മനസ്സിൽ നിന്ന് പോയേക്കാം. ഏതായാലും അതിങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു സമീപനമല്ല ഉണ്ടാവേണ്ടത്. ചില സന്ദർഭത്തിൽ മനുഷ്യർ അത് പെട്ടെന്ന് തന്നെ പ്രക്ഷുബ്ധമായി ആകെ പ്രശ്നമായി വയലന്റ് ആകുന്ന ചില സമീപനങ്ങൾ ഉണ്ടാവും. ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ വളരെ അധികം നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കണ്ണിന്റെ മുമ്പിൽ കാണുന്നതൊക്കെ തകർക്കുന്ന, ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ വീട്ടിലെ ഉപകരണങ്ങളൊക്കെ എടുത്തെറിയുന്ന, അല്ലെങ്കിൽ കാണുന്നവരെയൊക്കെ തന്നെ പ്രഹരിക്കുന്ന അത്തരത്തിലുള്ള ചില സമീപനങ്ങൾ. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായ ചില നിർദ്ദേശങ്ങൾ നൽകുകയുണ്ടായി. നമ്മൾ ശ്രദ്ധിച്ചു നോക്കൂ, പെട്ടെന്ന് ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ അവിടെ എന്താണ് നാം ചെയ്യേണ്ടത് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഒന്നാമതായി നമ്മുടെ പ്രതികരണം ഡിലേ ആകുക. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ ഇരിക്കുന്നവരാണെങ്കിൽ കിടക്കണം. എന്നിട്ടും ദേഷ്യം ശമിക്കുന്നെങ്കിൽ നിങ്ങൾ ഉളു എടുക്കണം. ദേഷ്യം അത് പൈശാചികമാണ്. അതിനെ ശമിപ്പിക്കുവാൻ വെള്ളത്തിനെ കഴിയുള്ളൂ എന്ന് ഹദീസിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഡിലേ റെസ്പോൺസ് ആണ്. നമുക്ക് ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ അപ്പോൾ തന്നെ ഒന്നും ചിന്തിക്കാതെ പ്രതികരിക്കുക എന്നല്ല, അവിടെ സമയമെടുത്ത് അതിനെക്കുറിച്ച് ആലോചിക്കുവാൻ നമുക്ക് സാധിക്കണം. ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വടിയുണ്ടെങ്കിൽ, അല്പ വർഷങ്ങൾക്ക് മുമ്പ് അത്തരത്തിലുള്ള ശീലം നമ്മുടെ സ്കൂളുകളിലൊക്കെ ഉണ്ടായിരുന്നു. തൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടി ഒരു തെറ്റ് ചെയ്തു എന്ന് തോന്നുമ്പോൾ അതുകൊണ്ട് ഉടനെ തന്നെ പ്രഹരിച്ചേക്കാം. അതേ സന്ദർഭത്തിൽ അയാൾ ഓഫീസിൽ പോയി ഒരു വഴി എടുത്തുകൊണ്ട് വരികയാണെങ്കിൽ അല്പസമയം അവിടെ ആലോചിക്കാൻ സമയം, അല്പം അയാളുടെ ആ ദേഷ്യം ക്ഷമിക്കുവാനുള്ള ഇടയുണ്ട്. വീട്ടിൽ നമ്മൾ മക്കളുമായി അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളുകളുമായി ഇടപെടുന്ന സന്ദർഭത്തിൽ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം അവിടെ ഉണ്ടാവുകയാണെങ്കിൽ ഉടനെ തന്നെ പ്രതികരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ പ്രതികരണം എന്നേക്കുമായ ദുഃഖമുണ്ടാക്കുന്ന കാര്യമായേക്കാം. അറബിയിൽ ഒരു ആപ്തവാക്യമുണ്ട്, കോപത്തിന്റെ ദേഷ്യത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ഭ്രാന്താണ്, എന്നാൽ അതിന്റെ അവസാനം ഖേദമാണ്, ദുഃഖമാണ്. ചില സന്ദർഭത്തിൽ മക്കളെ, അതുപോലെ തന്നെ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകളെ നാം ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ പ്രഹരിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അക്രമം അഴിച്ചുവിടുകയോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമല്ലാത്ത ചില വാക്കുകൾ പ്രയോഗിക്കുകയോ ചെയ്താൽ ആ വായെന്ന് പോയാൽ അല്ലെങ്കിൽ നമ്മുടെ കൈകൊണ്ട് നാം ചെയ്ത് അല്പസമയം കഴിയുമ്പോൾ നമുക്ക് ബോധതയുണ്ട് എന്താണ് ഞാൻ ചെയ്യുന്നത്, പിന്നീട് അത് ദുഃഖത്തിന് കാരണമായി ആ മുറിവ് ഉണങ്ങിക്കിട്ടുവാൻ സമയമെടുക്കും. അതുകൊണ്ട് തന്നെ കോപം വരുന്ന സന്ദർഭത്തിൽ
അതിനെ ക്ഷമിപ്പിക്കുവാൻ, അതിനെ പിടിച്ചു നിർത്തുവാൻ സാധിക്കുക എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായി. അതോടൊപ്പം തന്നെ ചില സന്ദർഭത്തിൽ കോപം വരുമ്പോൾ അത് മറ്റൊരു രീതിയിൽ പ്രകടിപ്പിക്കാറുണ്ട്. നമുക്കറിയാം, നമ്മുടെ മേലുദ്യോഗസ്ഥൻ നമ്മോട് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ രീതിയിൽ പെരുമാറുകയോ അല്ലെങ്കിൽ അയാൾ നമ്മെ ശകാരിക്കുകയോ ചെയ്യുമ്പോൾ വീട്ടിൽ പോയി അതിന് പ്രതികാരം തീർക്കുന്ന ഒരവസ്ഥ. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് സാധാരണ നമ്മൾക്ക് കേട്ട് പരിചയമുള്ള ഒരു പഴമൊഴിയാണ്. ഇതുപോലെ ചിലപ്പോൾ ഭർത്താവ് ഭാര്യയെ ശകാരിക്കുകയോ ചീത്ത പറയുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലോ ചെയ്താൽ അത് കുട്ടികളോട് ആയിരിക്കും ചിലപ്പോൾ അവർ മരിച്ചു നൽകുന്നത്. അങ്ങനെയുള്ള ചിലപ്പോൾ ദേഷ്യപ്രകടനവും ഉണ്ടാവാം. അതുമൂലം ഉണ്ടാകുന്ന ദോഷത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. ഇത്തരത്തിലുള്ള പല നിലക്കുള്ള പ്രകടനങ്ങൾ. അതുപോലെ തന്നെ ചില നേരത്തെ നാം സൂചിപ്പിച്ച രീതിയിൽ പാസീവ് അഗ്രഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു രീതി ഉള്ളിൽ വെച്ചുകൊണ്ട് നേർക്കുനേരെയല്ലാതെ ദേഷ്യം പ്രകടിപ്പിക്കുന്ന ചില സമീപനങ്ങൾ. ആഫ്രിക്കൻ USA-യിലുള്ള ചില പ്രത്യേക പ്രദേശങ്ങളിലുള്ള ഒരു പ്രത്യേക ജീവിയുണ്ട്, സ്കങ്ക് എന്നാണ് അത് അറിയപ്പെടുന്നത്. നമ്മൾ ഗൂഗിൾ ചെയ്താൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതിൻ്റെ ഒരു പ്രത്യേകത, അതിനെ നമ്മൾ ഉപദ്രവിച്ചാൽ നേർക്കുനേരെ അത് തിരിച്ചൊന്നും ചെയ്യും. പക്ഷെ അതിന്റെ വിസർജ്യം 1 മീറ്ററിന് അപ്പുറം എത്തിക്കാൻ സാധിക്കും. അതിൻ്റെ അടുത്തൂടെ പോകുമ്പോൾ അതിനെ ഉപദ്രവിച്ച ആളുടെ മേത്തേക്ക് ഈ വിസർജ്യം വളരെ ശക്തമായി അങ്ങോട്ട് തെറിപ്പിക്കുന്നു. അത് ശരീരത്തിലായ ഒരിക്കലും അത് കഴുകാൻ പോകില്ല. അതോടൊപ്പം തന്നെ അതിന് അസഹ്യമായ ദുർഗന്ധമാണ്. ഇതൊരു തരത്തിൽ പകരം വീട്ടില്ല. നേരത്തെ നാം സൂചിപ്പിക്കേണ്ടായി, നമ്മോട് ദേഷ്യമുള്ള ഒരു വ്യക്തിയെ നേർക്കുനേരില്ലാതെ നാം ഉപദ്രവിക്കുക. അത് ചിലപ്പോൾ മറ്റുള്ളവരോട് ഇയാളെ കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാവാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ വ്യാജമായ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അയാൾ അറിയാത്ത രീതിയിലുള്ള ഉപദ്രവങ്ങൾ കൊണ്ടാണ്. ഇത് ഒരിക്കലും ഒരു വിശ്വാസിയുടെ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യമാണ്. വളരെ കൃത്യമായ ഒരു വ്യക്തിയോട് നമുക്ക് എന്തെങ്കിലും നീരസമുണ്ടെങ്കിൽ അയാളോട് തുറന്നു പറയാം. നിങ്ങൾ ചെയ്ത ആ പ്രവർത്തനത്തോട് എനിക്ക് യോജിപ്പില്ല, എനിക്ക് അങ്ങേയറ്റത്ത് ദേഷ്യമുള്ളത് അയാളോട് തുറന്നു പറയാം. ഒരു പക്ഷേ അദ്ദേഹം അത് ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും തിരുത്താൻ സന്നദ്ധമാവുകയും ചെയ്യാം. അതായിരിക്കാം സമീപനം. അതല്ലാതെ ഒരിക്കലും അയാളെ തെറ്റായ രീതിയിൽ ഉപദ്രവിക്കുന്ന ഒരു സമീപനം നമ്മുടെ ഭാഗത്ത് ഉണ്ടായിക്കൂടെ. ഇനി നമ്മൾ ആലോചിക്കുമ്പോൾ ദേഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് നാട്ടിലുള്ള ആളുകളോടല്ലല്ലോ കൂടുതൽ നാം ദേഷ്യപ്പെടാറ്. നമ്മുടെ വീട്ടിലുള്ളവരോടാണ്, നമ്മുടെ ഉപ്പയോട്, ഉമ്മയോട്, ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോടൊക്കെയാണ് നാം കൂടുതൽ ദേഷ്യപ്പെടുന്നത്. പലപ്പോഴും അങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. എന്നെ ഒന്ന് പരിഗണിക്കൂ എന്ന ഒരു താല്പര്യമായിരുന്നു. ഭാര്യയിൽ നിന്ന് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല എന്ന് ഭർത്താവ് തോന്നുന്ന സന്ദർഭത്തിൽ പലതും ദേഷ്യമായി അദ്ദേഹം പ്രകടിപ്പിക്കും. അത് ആ ഭാര്യ തിരിച്ചറിയും. അതോടൊപ്പം തന്നെ ഭാര്യ വീട്ടിൽ വരുന്ന സന്ദർഭത്തിൽ തന്നെ മുഖം വീർപ്പിച്ചിരിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ പ്രതികരിക്കുകയോ അല്ലെങ്കിൽ മിണ്ടാതിരിക്കുകയോ ചെയ്യുമ്പോൾ അതൊരു ദേഷ്യത്തിന്റെ ഭാഗമാണ്. എന്താണ് അതിന് കാരണമെന്ന് അന്വേഷിക്കുവാനും അതിന് പര്യാപ്തമായ രീതിയിൽ പ്രതികരിക്കുവാനും ഒരു ഭർത്താവിന് സാധിച്ചാൽ അവരുടെ കുടുംബജീവിതം വളരെ സന്തോഷകരമായിരിക്കും. അപ്പൊ ദേഷ്യം എന്നെ ഒന്ന് പരിഗണിക്കൂ, എന്നെ ഒന്ന് ശ്രദ്ധിക്കൂ എന്ന രീതിയിലുള്ള ഒരു സന്ദേശമായിരിക്കും. അത് പറയാതെ പറയാനായിരിക്കും ദേഷ്യം. ചില സന്ദർഭത്തിൽ സ്നേഹമായിരിക്കും ദേഷ്യമായി പ്രകടിപ്പിക്കും. നമ്മൾ ആലോചിച്ചു, എല്ലാ ദിവസവും നേരത്തെ വീട്ടിലെത്തുന്ന ഒരു ഭർത്താവ് അല്പം നേരം വൈകി, 1-2 മണിക്കൂർ വൈകി, വിളിച്ചറിയിച്ചൊന്നുമില്ല. അങ്ങനെ വീട്ടിൽ വരുന്ന സന്ദർഭത്തിൽ ഭാര്യ വളരെ കോപത്തോടെ പ്രതികരിച്ചേക്കും. അവിടെ തൻ്റെ ഭർത്താവ് അസാന്നിധ്യത്തിൽ അയാൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഒരു തരത്തിലുള്ള ചിന്തയാണ് അവരെ ആ കോപത്തിന് പ്രേരിപ്പിക്കുന്നത്. സ്നേഹത്തിന്റെ ഭാഗമാണ്. അത് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ തന്നെ വീടുകളിൽ പലപ്പോഴും പ്രകടമാകാതെ പോകുന്ന ഒരു കാര്യമാണ് സ്നേഹം. പറയാതെ പോകുന്ന സ്നേഹം യഥാർത്ഥത്തിൽ സ്നേഹമില്ലാത്തതിന് സമാനമാണ്. നമ്മുടെ മക്കളോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം അവിടെ പ്രകടിപ്പിക്കണം. ഭാര്യയോട് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം പ്രകടിപ്പിക്കണം. അത് പറയേണ്ടതുണ്ട്. അത് പല രീതിയിൽ പ്രകടിപ്പിക്കാൻ സാധിക്കും. അതില്ലാതെ വരുന്ന സന്ദർഭത്തിൽ ഞാൻ പരിഗണിക്കപ്പെടുന്നില്ല, ഞാൻ ഇവിടെ അവഗണിക്കപ്പെടുകയാണ് എന്ന തോന്നൽ പലപ്പോഴും ദേഷ്യമായി പുറത്തു വരും. അത് തിരിച്ചറിയാതെ വന്നാൽ കുടുംബജീവിതം വളരെ വലിയ നരകസമാനമായി തീരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് തിരിച്ചറിയുവാൻ മനുഷ്യർ എന്ന നിലയ്ക്ക് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ അത് പ്രകടിപ്പിക്കേണ്ട ആ രീതി, പ്രകടിപ്പിക്കേണ്ട അതേ രീതിയിൽ തന്നെയായിരിക്കണം പ്രകടിപ്പിക്കേണ്ടത്. ഒരിക്കലും അകാരണമായി ഒരാളെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ നമ്മോട് ദേഷ്യം വെച്ച് എന്നതിൻ്റെ പേരിൽ പ്രതികാര ചിന്തയോടുകൂടി നടക്കുന്ന ഒരു സമീപനം ആയിരിക്കും. നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഒരാൾ ചോദ്യം ചെയ്യുകയാണെങ്കിൽ അതിനോട് പ്രതികരിക്കേണ്ടതും ഈ രീതിയിൽ തന്നെ. അയാൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കുവാൻ നമുക്ക് ശ്രമിക്കാം.
അന്യായമായ കാര്യങ്ങൾ കാണുന്ന സന്ദർഭത്തിൽ അവിടെ നാം ദേഷ്യപ്പെടേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായും ആ ദേഷ്യം നാം പ്രകടിപ്പിക്കേണ്ടതുണ്ട്. ഒരു ഒരു തെറ്റായ കാര്യം സമൂഹത്തിൽ പ്രചരിക്കുകയാണെങ്കിൽ നമ്മുടെ സമീപനം അവിടെ അത് തടയാൻ പറ്റുമെങ്കിൽ തടയുക എന്നുള്ളത്, അല്ലെങ്കിൽ മനസ്സിലെങ്കിലും അതിനോട് ദേഷ്യമുണ്ടാവുക എന്നുള്ളത് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ ജീവിതം സുഗമമായി പോകുവാൻ വളരെ കൃത്യമായി നാം അറിഞ്ഞിരിക്കേണ്ട ചില സ്വഭാവ പെരുമാറ്റ രീതികളാണ് ഇതൊക്കെ. വിശുദ്ധ ഖുർആൻ വിശ്വാസികളെ കുറിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ കാര്യത്തെ കുറിച്ച് പ്രത്യേകം പരാമർശിക്കുന്നു. കോപം വരുന്ന സന്ദർഭത്തിൽ ഏറ്റവും നന്നായി ഒരു മനുഷ്യന് ചെയ്യാൻ സാധിക്കുന്നത് ആ കോപത്തെ പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ സപ്രസ് നേരത്തെ നാം പറഞ്ഞ രീതിയിൽ ഒരു നീരസമായി വരുന്ന രീതിയിലല്ല, മറിച്ച് അവിടെ അക്രമാസക്തമായ ഒരു സമീപനം ഇല്ലാത്ത രീതിയിൽ നാം അവിടെ പെരുമാറുക എന്നത്, അല്ലെങ്കിൽ മാപ്പ് നൽകുക എന്നത്. ആ മാപ്പ് നൽകുന്നതിലൂടെ നാം വലിയവരായി തീരുകയാണ് ചെയ്യുന്നത്, ഒരിക്കലും ചെറുതാവുകയില്ല എന്ന് നാം തിരിച്ചറിയുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വ്യക്തി മാപ്പ് നൽകുന്നതിലൂടെ അയാളുടെ സ്റ്റാറ്റസ്, അയാളുടെ പദവി ഒരിക്കലും കുറഞ്ഞു പോകുകയില്ല. ഒരു നല്ല ആരോഗ്യമുള്ള ശക്തനായ വ്യക്തിയെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലൈസ ശദീദു ബിസ്സുർഅ വലാകിൻ ശദീദുൽ ലദീ യംലികു നഫ്സഹു ഇൻദൽ ഖദബ്. ഒരു ശക്തൻ എന്ന് പറഞ്ഞാൽ മൽപ്പിടുത്തത്തിൽ തന്നോട് മൽപ്പിടുത്തം നടത്തുന്ന വ്യക്തിയെ പരാജയപ്പെടുത്തുന്നതല്ല, മറിച്ച് കോപം വരുന്ന സന്ദർഭത്തിൽ സ്വന്തത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നവരാണ്. അങ്ങനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം അത് കൂടുതൽ സുഗമമായി മുന്നോട്ട് പോകും. ചിലപ്പോൾ കുട്ടിക്കാലം മുതലേ കണ്ടുശീലിച്ച ചില ശീലങ്ങൾ അത് വളരെ ശ്രമകരമാണ്. അത് പലപ്പോഴും ചില കൗൺസിലിങ്ങും മറ്റൊക്കെ നാം പോയി അതിലൂടെ നമുക്കത് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഈ ആധുനിക കാലഘട്ടത്തിൽ കോപം വരുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത് റെഡ്യൂസ് ചെയ്യാൻ, അത് കുറക്കുവാനുള്ള ഒരു പല ടെക്നിക്കുകളുണ്ട്. EFT എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ചില ടെക്നിക്കുകളുണ്ട്. അതൊക്കെ നമ്മുടെ കുടുംബജീവിതത്തിലും മറ്റും നിരന്തരമായി നമ്മുടെ ദേശീയവും മറ്റും കാരണമായി പല അനർത്ഥങ്ങളും ഉണ്ടാകുന്നെങ്കിൽ തരത്തിലുള്ള ചികിത്സാ രീതികൾ അതൊരു മാനസിക ചികിത്സയാണെന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ടതില്ല. പലപ്പോഴും ഇന്നും നമ്മുടെ പല ആളുകളും വിചാരിക്കുന്നത് ഒരു കൗൺസിലറെ സമീപിക്കുക എന്ന് പറഞ്ഞാൽ രോഗമുള്ള ആളുകൾ പോകുന്നതാണ്. അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലൊരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ, ആ സൊല്യൂഷൻ നിർദ്ദേശിക്കുന്നത് ആ കൗൺസിലർ അല്ല, നമ്മൾ തന്നെയാണ്. ആ സൊല്യൂഷനുള്ള ചില മാർഗങ്ങൾ അവർ കാണിച്ചു തരികയാണ്. അത് ഇങ്ങനത്തെ ചില വികാരത്തിന് നമ്മൾ ഉടമകളാണെങ്കിൽ, അതിന് നാം അടിമകളാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മാറാൻ നമുക്ക് സാധിക്കേണ്ടത് കോപത്തിന്റെ അടിമ നാം ആയിക്കൂടാ. നമുക്കതിനെ അധീനപ്പെടുത്തുവാൻ സാധിക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ജീവിതം വളരെ സന്തോഷകരമാകും, എല്ലാവരോടുമുള്ള ഇടപാടുകൾ ആശ്വാസകരമാവും, നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് അത് ഇഷ്ടകരവുമാവും. അങ്ങനെയുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനാണ് നാം ശ്രമിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ശക്തനായ വിശ്വാസിയുടെ പ്രത്യേകത കോപം വരുന്ന സന്ദർഭത്തിൽ സ്വന്തത്തെ നിയന്ത്രിക്കുവാനുള്ള ശേഷിയുള്ളവർ. അങ്ങനെയുള്ള വിശ്വാസിയായി തീരുവാൻ നമുക്ക് ശ്രമിക്കുക. അനുഗ്രഹിക്കുന്നു. അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لنهتدي والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. അല്ലാഹു അല്ലാത്ത ആളുകളെ രക്ഷാധികാരികളാക്കുന്ന ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ ഒരു ഉപമ ഇപ്രകാരം പറയുന്നു. മസലുൽ ലദീന തഖദു മിൻ ദൂനില്ലാഹി ഔലിയാ കമസലിൽ അൻകബൂത്ത് ഇത്തഖദത് ബൈതൻ. അല്ലാഹുവിന് പുറമെ മറ്റുള്ളവരെ രക്ഷാധികാരികൾ, വലിയുകൾ, വലിയ എന്നതിന്റെ ബഹുവചന രൂപമാണ് ഔലിയാ, വലിയുകളാക്കി സ്വീകരിക്കുന്ന ആളുകളുടെ ഉപമ കമസലിൽ അൻകബൂത്ത്, എട്ടുകാലി വല പോലെ. ഇത്തഖദത് ബൈതൻ, ആ എട്ടുകാലി ഭവനമായി അല്ലെങ്കിൽ വീടായി സ്വീകരിച്ച ആ വലം. വഇന്ന ഔഹനൽ ബുയൂതി ലബൈതുൽ അൻകബൂത്ത്, ഏറ്റവും ദുർബലമായ ഭവനങ്ങളിലൊന്ന് എട്ടുകാലിയുടെ ഭവനമാണ്. അവർ അറിഞ്ഞു. നമ്മുടെ സമൂഹത്തിൽ അല്ലാഹുവിന് പുറമെ രക്ഷാധികാരികളാക്കുന്ന അല്ലെങ്കിൽ വലിയുകൾ ആക്കുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുവഹിദിനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി തൻ്റെ ജീവിതത്തിൽ ഏത് നിലക്കുമുള്ള അഭൗതികമായ ഭാഗതയെന്ന് നിർണ്ണയിക്കുവാനുള്ള ശക്തി അത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു മാത്രമാണ് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്.
അഭൗതികമായി നാം നേരത്തെ നേരെ അറിയാത്ത രീതിയിൽ നമ്മെ സഹായിക്കാനോ അല്ലെങ്കിൽ ഉപദ്രവിക്കുവാനോ ഈ ഭൗതിക ലോകത്തെ ഒരു ശക്തിക്കും തന്നെ സാധ്യമല്ല. അങ്ങനെ ഏതെങ്കിലും ഒരു ശക്തിയെ നാം അവലംബിക്കുന്നു എന്നെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ വലിയ എന്ന് പറയുന്നത്. ആ വലിയ അള്ളാഹു മാത്രമായി കാണുന്നത്. അതല്ലാത്ത മറ്റേതെങ്കിലും ശക്തികളാണ് നാം വലിയ ആൾക്കായി സ്വീകരിക്കുന്നത് എങ്കിൽ അതിന് ഉത്ഭവയാണ് എട്ടുകാലികൾ. നമ്മൾ ആലോചിച്ചു എട്ടുകാലികളുടെ പ്രത്യേകത ഒരു ചെറിയ കാറ്റ് വീശുമ്പോഴും അത് തകർന്നു പോകും. ചൂടോ തണുപ്പോ അല്ലെങ്കിൽ ജീവിതത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സംരക്ഷണമോ നൽകുന്ന ഒരു ഭവനമല്ലാതെ വളരെ ദുർബലമാണ്. ഏതെങ്കിലും ഒരു ജീവി അതിലൂടെ കടന്നു പോയാൽ തന്നെ അത് തകരും. ഇത്തരത്തിൽ ദുർബലമാണ് അല്ലാഹു അല്ലാത്ത ശക്തികളെ വലിയകളാക്കി സ്വീകരിക്കുന്ന ആളുകളുടെ കാര്യത്തിന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. വളരെ സവിസ്തരമായി വളരെ വ്യക്തമായി നമുക്കൊക്കെ മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു ഉപമയാണ് അല്ലാഹു ഇവിടെ നടത്തുന്നത്. വിശുദ്ധ ഖുർആൻ ഇത്തരത്തിലുള്ള വളരെ മനോഹരമായ ചില ഉപമകൾ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ കാര്യങ്ങൾ വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് ഇതുകൊണ്ട് രക്ഷപ്പെട്ടത്. എട്ടുകാലിയെ കുറിച്ച് പഠനം നടത്തുന്ന ആളുകൾക്ക് മനസ്സിലാകും, എട്ടുകാലി എന്ന് പറഞ്ഞാൽ ആ വല മാത്രമല്ല ദുർബലം, അതിൻ്റെ ജീവിതം തന്നെ വളരെ ദൗർബല്യമുള്ളതാണ്. എട്ടുകാലിയുടെ കുടുംബത്തെ എടുത്ത് പരിശോധിക്കുമ്പോൾ പരസ്പരം എപ്പോഴും ശണ്ടയുള്ള അല്ലെങ്കിൽ പരസ്പരം ആക്രമണം നടത്തുന്ന ജീവികളാണവ എന്നാണ്. അതിന് എട്ടുകാലി പുരുഷ എട്ടുകാലിയുമായി ബന്ധപ്പെട്ട് കുഞ്ഞുണ്ടായതിനു ശേഷം സ്ത്രീ എട്ടുകാലി ആ പുരുഷ എട്ടുകാലിയെ പിടിച്ചു തിന്നുമെന്നാണ്, അല്ലെങ്കിൽ അതിനെ കൊന്നുകളയുന്നത്, ജനിച്ച കുഞ്ഞുങ്ങളെ തന്നെ തിന്നുകളയുന്നത്. അതിനെക്കുറിച്ച് പഠനം നടത്തുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാകും. ശാസ്ത്രീയമായ അന്വേഷണങ്ങൾക്ക് ഇന്ന് നമുക്ക് ഒട്ടനവധി സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നമ്മുടെ രക്ഷാധികാരി അഭൗതികമായ രീതിയിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ രീതിയിൽ നാം സഹായ അഭ്യർത്ഥന നടത്തുന്നത് അത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവോട് മാത്രമായിരുന്നു. ആ അള്ളാഹുവില്ലാത്ത ഏതെങ്കിലും ശക്തികളെ നാം അവലംബിക്കുന്നു എങ്കിൽ എട്ടുകാലി വലയെ നാം അവലംബിക്കുന്നതിന് സമാനമാണ്. അത് എത്രമാത്രം ദൗർബല്യമുള്ളതാണ്, ദുർബലതയുള്ളതാണ്, അതുപോലെ ദുർബലതയുള്ളതായിരിക്കും ആ വിശ്വാസം എന്നാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അവസാനമായി ആയത്ത് അവസാനിപ്പിക്കുന്ന രീതി നോക്കൂ. അവർ അറിഞ്ഞിരുന്നു ഇങ്ങനെ അള്ളാഹുവില്ലാത്ത ശക്തികളെ രക്ഷാധികാരങ്ങളാക്കുന്ന ആളുകൾ എത്രമാത്രം ദുർബലമാണ് എന്ന് അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസം ഇസ്ലാം വിഭാവന ചെയ്യുന്ന അടിസ്ഥാനപരമായ തൗഹീദിൽ ഉറച്ച് നിൽക്കത്തക്ക രീതിയിൽ ആക്കി മാറ്റുവാൻ നാം ശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാണ്. നമ്മുടെ ജീവിതത്തിൽ അതിന് മര്യാദയിൽ വന്നുപോയ പാപങ്ങൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാനുള്ളത്, നമ്മൾ ഇന്ന് ഈ നമസ്കാരത്തിന് ശേഷം സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കളക്ഷൻ എല്ലാവരും അതുമായി സഹകരിക്കണമെന്ന് മാറ്റുകയാണ്. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ അതിന് മര്യാദയും വന്നുപോയ പാപങ്ങൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ദുരിതാദികളും ജീവിതത്തിൽ വിവിധങ്ങളായ കഷ്ടപ്പാടുകൾ പ്രയാസങ്ങൾ നേരിടുന്ന ആളുകൾക്ക് അള്ളാഹു അത് ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله